ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് എല്ലാവർക്കും തന്നെ വളരെ പ്രിയപ്പെട്ട മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഈ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മാവാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഇതുപോലെ കുഴയ്ക്കുമ്പോഴേക്കും കയ്യിലൊട്ടുകയാണെങ്കിൽ അല്പം വെളിച്ചെണ്ണ കയ്യിൽ തേച്ച ശേഷം കുഴച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് ഞാനൊരു 1/2 കപ്പ് കടലമാവും കൂടെ എടുത്തിട്ടുണ്ട്. മിക്സ്ചറിലുള്ള ബൂന്തി തയ്യാറാക്കാനായിട്ടാണ് ഈ മാവ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. ഒരു പിഞ്ച് സോഡാപ്പൊടി, ഒരല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ച് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ദോശ മാവിനെക്കാട്ടിയും കുറച്ചുകൂടി അയഞ്ഞ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സേവ നാഴിയുടെ ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചാണ് ഇതിനായിട്ട് വേണ്ടത്. ഏറ്റവും ചെറിയ കണ്ണുള്ള അച്ച് വേണം എടുക്കാനായിട്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും മാവ് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. ഈ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് എല്ലാം കൂടെ ഒരു 1/2 മണിക്കൂർ സമയം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്സ്ചറിൻ്റെ അതേ ടേസ്റ്റിലുള്ള മിക്സ്ചറാണിത്. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ കോരി മാറ്റണം. ടിഷ്യൂ പേപ്പറിലോട് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മാവും ഇതുപോലെ ചുറ്റിച്ച് മിക്സ്ചർ റെഡിയാക്കാം. എല്ലാ മാവും മുഴുവൻ മാവും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബൂന്തി തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ കലക്കി വെച്ച മാവ് ഇതുപോലുള്ള കണ്ണുള്ളൊരു തവിയിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ ചെറിയ ബോൾസായിട്ട് എണ്ണയിലേക്ക് വീഴും. ഈ ബൂന്തിയും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. 1 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ പെട്ടെന്ന് കോരി മാറ്റാം. കണ്ടോ, നല്ല ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവും ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുക്കാം.
മുഴുവൻ ബൂന്തിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1 കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തത്. അത് കുറച്ചായിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടിയൊക്കെ ഇട്ടാൽ കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കണം. കപ്പലണ്ടി ഫ്രൈ ആയിട്ട് കോരി മാറ്റാം. എല്ലാ കപ്പലണ്ടിയും ഇതുപോലെ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പൊരിക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് അതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കപ്പലണ്ടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. ഈ പൊരിക്കടല വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് കൂടുതലോ കുറച്ചോ ചേർക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ പൊരിക്കടലയും ഫ്രൈ ആയിട്ടുണ്ട്. അതും കോരി മാറ്റാം. ഞാൻ കുറച്ച് അവൽ, ഒരു 1/4 കപ്പ് അവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർക്കാം. അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അവലിട്ടാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. പെട്ടെന്ന് കോരി മാറ്റണം. ഇനി കുറച്ച് വെളുത്തുള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചതാണത്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പിടി കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില ഇട്ട ശേഷം ലോ ഫ്ലെയിം ആക്കി വെക്കണം. കരിവേപ്പിലയും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. മിക്സ്ചറിനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ്ചർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മിക്സ്ചർ ഇതുപോലെ പൊടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് ബാക്കി ഫ്രൈ ചെയ്ത് വെച്ച കപ്പലണ്ടി, പൊരിക്കടല, ബൂന്തി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. മുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. നല്ല എരിയുള്ള മിക്സ്ചർ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അല്പം ഉപ്പും കൂടെ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഈ മുളക് പൊടിയും കായം എല്ലാം ചെല്ലുന്നത് പോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈസി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.